നമുക്ക് ENT കേസിന് അനസ്തേഷ്യ മെഷീൻ പ്രിപ്പയർ ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് TPs ആണ്. പീഡിയാട്രിക് കേസിന് ഇത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇത് ഓപ്പൺ സർക്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അഡൽട്ട് കേസുകളുണ്ട്. ഇന്നും അഡൽട്ട് സർക്യൂട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഐസോഫ്ലൂറൈൻ ഫിൽഡാണ്, CO-ഫ്ലൂറൈൻ ഫിൽഡാണ്. നമുക്ക് ഇന്ന് രാവിലെ ഇതിപ്പോൾ 24 അവർ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിന് ഒരു മെസ്സേജ് കാണിക്കും, സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വീണ്ടും സ്വിച്ച് ഓൺ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസ്പ്ലേ വരും. അതിൽ നമുക്ക് ഫുൾ ടെസ്റ്റ് ആണ് കാണിക്കുന്നത്. ഫുൾ ടെസ്റ്റ് വേണം നമ്മൾ കൊടുക്കാൻ. അപ്പോൾ വെൻറ്റിലേറ്റർ ഓട്ടോ ആയിട്ട് നമുക്ക് ഓരോ പ്രോംപ്റ്റായിട്ട് വരും എന്തൊക്കെ ചെയ്യണം. വെൻറ്റിലേറ്റർ ലീക്ക്, വേപ്പറൈസർ ലീക്ക്, ഗ്യാസ് കൺട്രോൾസ്, സർക്യൂട്ട് ലീക്ക്, കാലിബ്രേഷൻ. ഇപ്പോൾ ഇതെങ്ങനെയാണ് ഓരോന്നായിട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം. അതിന് മുന്നേ നമ്മൾ മോണിറ്റേഴ്സിനുള്ള എല്ലാം ഉണ്ടാകുന്ന നോക്കണം. പൾസ് ഓക്സിമീറ്റർ, BP, പ്രോപ്പർ BP കഫ്സ്. പിന്നെ പീഡിയാട്രിക്കിന് നമ്മൾ ENT കേസുകളിലൊന്നും BP കഫ് യൂസ് ചെയ്യാറില്ല. കുറച്ചുകൂടെ വലിയ കേസുകൾ, മേജർ കേസുകളാണ് യൂസ് ചെയ്യുന്നത്. ഇത് ECG ഇലക്ട്രോഡ്സ്, BP കേബിള്, അതുപോലെ സക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. സക്ഷൻ ട്യൂബ് കണക്റ്റഡ് ആണ്, കാനിസ്റ്റർ ഉണ്ട്. അതുപോലെ സക്ഷൻ കത്തീറ്റർ നമുക്ക് പീഡിയാട്രിക് സൈസ് ഉണ്ട്, അഡൽട്ടിൻ്റെ സൈസ് ഉണ്ട്. അതുപോലെ സക്ഷൻ്റെ സ്വിച്ച് ഇവിടെയാണ്. നമുക്ക് ഓണാക്കിയിട്ട് സക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ അതുപോലെ നമ്മുടെ ഇൻറ്റുബേഷൻ ട്രോളിയിൽ അഡൽട്ട് മാസ്ക് ഫിൽട്ടർ, പീഡിയാട്രിക് മാസ്ക് ഫിൽട്ടർ, ത്രോട്ട് പാക്ക്, അതുപോലെ ത്രോട്ട് പാക്ക് വെറ്റാക്കാൻ വേണ്ടിയുള്ള വാട്ടർ, നാഗിൾസ്, ഫോഴ്സെപ്സ് 2 സൈസ് ഉണ്ട്. അതുപോലെ അഡൽട്ടിനും പീഡിയാട്രിക്കിനുള്ള ലാർജോസ്കോപ്പ്, ബ്ലൈഡ്സ്, അതുപോലെ റേ ട്യൂബ്, പ്രീഫോംഡ് ട്യൂബ്സ്. പിന്നെ നമുക്ക് എയർവേ, പീഡിയാട്രിക്, അഡൽട്ട്, പിന്നെ സ്റ്റിക്കർ, ട്യൂബ് ഒട്ടിക്കാനും കണ്ണ് ഒട്ടിക്കാനായിട്ടുള്ളത്, പിന്നെ കഫ് സിറിഞ്ച്, പിന്നെ നമുക്കുള്ള സിസേഴ്സ്, ഗ്ലോസ് പീസ്, അതുപോലെ ട്യൂബ് ടൈ ചെയ്യേണ്ടി വരുന്നെങ്കിൽ ട്യൂബ് ടൈ ചെയ്യാനുള്ളത്, പിന്നെ ജെല്ലി, ലൂബ്രിക്കൻ്റ്, പിന്നെ കണക്ടർ, അതുപോലെ നമ്മൾ IV ക്യാനുലേറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. അഡൽട്ട് ഫിക്സേഷൻ, പീഡിയാട്രിക് IV ക്യാനുല ഫിക്സേഷൻ, പീഡിയാട്രിക് ക്യാനുല, അതുപോലെ ഈ ക്യാനുല 24 ക്യാനുലാണ് ഇടുന്നതെങ്കിൽ, ഈ ക്യാനുലാണ് ഇടുന്നതെങ്കിൽ അതിനുള്ള TPs എക്സ്റ്റൻഷൻ. പിന്നെ അഡൽട്ടിന്, പീഡിയാട്രിക്കിന് യൂസ് ചെയ്യാത്ത 22 gauge. പിന്നെ അഡൽട്ടിന് ENTക്കൊക്കെ നമുക്ക് 20 gauge ക്യാൻഡിഡ് ആവശ്യമുള്ളൂ. ഗോസ് പീസ്, ടൂണിക്ക്, സ്പിരിറ്റ് സോപ്പ് നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ പ്രിപ്പറേഷൻ മെഡിക്കേഷൻ ഡെക്സാമെത്തസോൺ, മിഡാസോളം, പിന്നെ പ്രോപ്പോഫോളിന് വേണ്ടിയുള്ള സിറഞ്ചുണ്ട്, ആൻറ്റിബയോട്ടിക്, സാലൈൻ ഫ്ലഷ്, ഫെൻറ്റനിൽ, മസർ റിലാക്സൻ്റ്, സിസാട്രാക്ടീരിയം, അതുപോലെ ഫിനൈലെഫ്രിൻ. അതുപോലെ പീഡിയാട്രിക്കിന് വേണ്ടിയാണെങ്കിൽ ഡെക്സാമെത്തസോൺ ഡൈലൂട്ട് ചെയ്യും 1 mg per ml, 0.1 mg അട്രോപ്പിൻ, അതുപോലെ ഫെൻറ്റനിൽ 10 microgram per cc, അതുപോലെ ഡെക്സ നമുക്ക് കൊടുക്കാനായിട്ട് എടുക്കാനുള്ളത്, പിന്നെ സക്സാമെട്രോണിയം, സ്കോളിൻ 10 mg per ml, പിന്നെ പ്രോപ്പോഫോൾ കുറച്ച് പീഡിയാട്രിക്കിന്. ഇത് നമുക്ക് ഫിനൈലെഫ്രിൻ ഡൈലൂട്ട് ചെയ്യാൻ. ഇത് നമ്മൾ പ്രോപ്പോഫോളിൽ ലിഗ്നോക്കൈൻ പ്രോപ്പോഫോളിൽ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ ബേസിക്കായിട്ട് റെഡിയാക്കേണ്ടത്. ഇനി നമുക്ക് മെഷീനിലേക്ക് പോകാം. മെഷീൻ ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മെഷീൻ ചെക്ക് ചെയ്യുകയാണ്. ഫുൾ ടെസ്റ്റ് പ്രസ് ചെയ്തു. അപ്പോൾ കാണിക്കുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യണം. ബാഗിൽ നിന്നും വെൻറ്റിലേറ്ററിലേക്ക് സ്വിച്ച് ചെയ്തു. എന്നിട്ട് എന്താണ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലോസ്ഡ് ആണെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്തു, സർക്യൂട്ട് ഓപ്പൺ പൊസിഷനിൽ വെച്ചു, കൺഫേം കൊടുക്കുന്നു. ഇത് മെഷീൻ GEയുടെ കെയർ സ്റ്റേഷൻ 650C ആണ്. അപ്പോൾ അതിൻ്റെ ചെക്കിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് ടെസ്റ്റിങ്ങിലാണ്, അത് കുറച്ച് സമയമെടുക്കും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. വെൻറ്റിലേറ്റർ ലീക്കിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്
ഈ എന്ത് ചെയ്യണം, നമ്മൾ സർക്യൂട്ട് ക്ലോസ് ചെയ്യണം. ഇവിടെ തന്നെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു പോയിൻ്റ് ഉണ്ട്, അവിടേക്ക് പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൺഫേം കൊടുക്കുക. ഓക്കെ, നമുക്കുള്ള പ്രോംപ്റ്റ് ഇവിടെ ഉണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും, നമുക്ക് വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് വേപ്പറൈസർ ലീക്കിലേക്കാണ് പോകേണ്ടത്. 2 വേപ്പറൈസർ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാനാണ്. ഇല്ലെങ്കിൽ നമുക്കിവിടെ ബോക്സ് ചെക്കൗട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഇല്ല എന്ന് ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ഉണ്ട്. അപ്പോൾ ഓക്കെ, 2 ഉണ്ട്, കൺഫേം. എന്നിട്ട് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഇവിടെ 7 to 1%. അപ്പോൾ ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്തു, കൺഫേം കൊടുക്കുക. അത് കുറച്ച് സമയം എടുക്കുന്നു. അടുത്തത് അത് തന്നെ നമ്മൾ ക്ലോസ് ചെയ്യുക. സെയിം ക്ലോസ് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക. അപ്പോൾ അടുത്തത് ഓപ്പൺ ചെയ്യാനായിട്ട് ഓപ്പൺ, എന്നിട്ട് എന്ത് ചെയ്യുക, കൺഫേം കൊടുക്കുക. ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തു, കൺഫേം കൊടുത്തു. അപ്പോൾ വേപ്പറൈസറിൻ്റെ ലീക്ക് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേപ്പറൈസർ ലീക്ക് ടെസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് കൺട്രോൾസിലേക്കാണ് പോകേണ്ടത്. അതിൽ കാണിച്ചിട്ടുണ്ട് ടേൺ ഓഫ് ഓൾ ദ ഗ്യാസ് ഫ്ലോസ്. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക അതിൻ്റെ ഓക്സിജൻ നൈട്രസ് ഓക്സൈഡിൻ്റെ ഫ്ലോ എന്ത് ചെയ്യണം, നമ്മൾ 6 ml/minute അതിന് മുകളിലേക്ക് വയ്ക്കും. ഓക്കെ, എല്ലാം ക്ലോസ്ഡാണ്, ടോട്ടൽ ഫ്ലോ 0 ആണ്. ഇപ്പം നമ്മൾ നൈട്രസ് ഓക്സൈഡ് ഓപ്പൺ ചെയ്തു. ഇനി നൈട്രസ് ഓക്സൈഡ് ഇനി ഓക്സിജൻ ക്ലോസ് ചെയ്യാനാണ് വയ്ക്കുന്നത്. അപ്പോൾ നൈട്രസ് ഓക്സൈഡ് ഓപ്പൺ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സേഫ്റ്റി മെക്കാനിസം ഉള്ളതുകൊണ്ട് ഓക്സിജൻ്റെ വാൽവ് ഓപ്പൺ ആയിട്ടുണ്ട്. അത് ക്ലോസ് ചെയ്യാനാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ക്ലോസ് ചെയ്തു. അപ്പോൾ നൈട്രസ് ഓക്സൈഡും പ്രൊപ്പോർഷണലി ക്ലോസ്ഡ് ആണ്. ഇനി നമ്മൾ എയർ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം അടുത്ത പ്രോംപ്റ്റ് വന്നു എയറിൻ്റെത് ക്ലോസ് ചെയ്യാനായിട്ട്. വളരെ വേഗത്തിലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ബാഗ് വെൻറ്റ് സ്വിച്ച് നമ്മൾ ബാഗിലോട്ട് മാറ്റണം. ഓക്കെ, ബാഗിലോട്ട് മാറ്റി അതിനുശേഷം APL വാൽവ് 30 to 7 between 30 and 70. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്കി കഴിഞ്ഞു. ഇനി നമ്മൾ കൺഫേം കൊടുക്കുന്നു. അത് സെയിം ടൈമിൽ അത് നമ്മൾ മാറ്റിയിട്ടില്ല, സർക്യൂട്ട് ക്ലോസ് ചെയ്തത് ക്ലോസ് തന്നെയാണ്. ടെസ്റ്റിംഗ് ഗോയിങ് ഓൺ ആണ്. ഈ ടെസ്റ്റ് നടക്കുന്ന സമയത്ത് ഒരു ഫ്ലോ കാണിക്കും, പക്ഷേ അതെല്ലാം ക്ലോസ്ഡ് ആണ്. ഇവിടെയും ടോട്ടൽ ഫ്ലോ 6 മുകളിൽ കാണിക്കും. ആ ടെസ്റ്റ് ഗോയിങ് ഓൺ ആണ്, പക്ഷെ നമ്മുടെ വാൽവ് എല്ലാം ക്ലോസ്ഡ് ആണ്. ടെസ്റ്റ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സർക്യൂട്ട് ലീക്ക് ടെസ്റ്റ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം ബാഗ് പുറത്ത് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ സർക്യൂട്ട് ലീക്ക് ഓക്കെയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ സർക്യൂട്ട് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. നമ്മളത് ഓപ്പൺ ചെയ്തിട്ടേ കൺഫേം കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മളിതിങ്ങനെ വെച്ചിട്ട് പോകും. ഇതിൽ കാണുന്നുണ്ട് 0.1 വെച്ചിട്ട് ചെറിയൊരു ഗ്യാസ് പൊക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ APL വാൽവ് ക്ലോസ്ഡ് ആണ്, ഇവിടെ സർക്യൂട്ട് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ബാഗ് വീർത്ത് പൊട്ടിപ്പോകാനിടയാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സർക്യൂട്ട് ഓപ്പൺ ചെയ്യുക, കൺഫേം കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓക്സിജൻ ഫ്ലഷ് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ, ഈ നമ്മുടെ റെസ്പിറേറ്ററി ഗ്യാസ് മോണിറ്റർ, ഈ ഗ്യാസ് അനലൈസർ കണക്ട് ചെയ്തിട്ടുണ്ടോ, ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ടോ, പേഷ്യൻ്റ് മോണിറ്റർ സെറ്റിങ്സ്, മോണിറ്ററുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓക്കെ ആണോ, വെൻറ്റിലേറ്റർ ബാക്കപ്പ് വെൻറ്റിലേറ്റർ ഓപ്പറേഷനിലാണോ, അവൈലബിൾ ആണോ, പേഷ്യൻ്റ് സക്ഷൻ ഓക്കെ ആണോ, അതുപോലെ ഓക്സിജൻ പൈപ്പ് ലൈൻ പ്രഷർ, സിലിണ്ടർ പ്രഷറൊക്കെ ഓക്കെ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെക്ക് ലിസ്റ്റാണ്. അപ്പോൾ കൺഫേം കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ടെസ്റ്റ് റിസൾട്ട്സ് എല്ലാം കാണാം. വെൻറ്റിലേറ്ററിലേക്ക്, വേപ്പറൈസർ എല്ലാം ഗ്രീൻ കളറാണ്. ഗ്യാസ് കൺട്രോൾസ്, സർക്യൂട്ടിലേക്ക്, സ്കാവഞ്ചിങ്, ബാറ്ററി ചെക്ക്, എവറിത്തിങ് ഓക്കെ. ഇനി ഗ്യാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മാത്രമേ.
ഓക്കെ, ഇതാണ് മെഷീൻ ചെക്കിങ്. ഇനി നമുക്ക് നമ്മുടെ ഇൻഡിവിഷൻ ട്രോളിയുണ്ട്. ഇൻഡിവിഷൻ ട്രോളിയിൽ എന്തൊക്കെയാണ് വരുന്നതെന്നൊരു ഒരു വീഡിയോ പ്രത്യേകം നമുക്ക് ചെയ്യാം. നമ്മുടെ ആവശ്യപ്രകാരം അതൊരു ബൂജി, വേറെ എസെൻഷ്യലായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അതിന് നമുക്ക് ചെക്ക് ലിസ്റ്റ് ഉണ്ട്, ഡെയിലി ചെക്ക് ലിസ്റ്റ് നമുക്കുണ്ട്. അപ്പോൾ ഡെയിലി ചെക്ക് ലിസ്റ്റിനനുസരിച്ചുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി പ്രത്യേക ഒരു വീഡിയോ നിങ്ങൾ, പിന്നെ അതുപോലെ എമർജൻസി മെഡിക്കേഷൻ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അതുപോലെ നമ്മൾ ഡെയിലി പിക്സിസ് മെഷീൻ ചെക്കിംഗ് ഉണ്ട്. ഈ കാണുന്ന ഡ്രഗ് നമുക്ക് ഡിസ്പേഴ്സ് ചെയ്യാൻ കഴിയുന്ന സേഫ് ലോക്കറായിട്ടുള്ള പേഷ്യൻ്റ് MRN നമുക്ക് കൊടുത്ത് പേഷ്യൻ്റ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് മെഡിക്കേഷൻ ഡിസ്പെൻസ് ചെയ്യാൻ പറ്റുന്ന, അതിൽ ഡാറ്റ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന പിക്സിസ് മെഷീൻ, അതിൻ്റെ ചെക്ക് ലിസ്റ്റ്. അതുപോലെ നമ്മുടെ എക്യുപ്മെൻറ്റ്സിൻ്റെ ക്ലീനിങ്, ഡിസിൻഫെക്ഷൻ വരുന്ന ചെക്ക് ലിസ്റ്റ്. പിന്നെ അപ്പോൾ അങ്ങനെ ഇത് മെറ്റീരിയലിൻ്റെ ഷീറ്റാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് മറ്റ് കാര്യങ്ങൾ, എസെൻഷ്യലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ഫ്രിഡ്ജുണ്ട്, ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ ലോഗുണ്ട്, അതിനകത്തുണ്ടാകേണ്ട മെഡിക്കേഷൻസ്. അതുപോലെ ബെയർ ഹഗർ, പീഡിയാട്രിക് കേസിന്, അതുപോലെ വലിയ മേജർ കേസുകൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ബെയർ ഹഗർ, നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഇൻവെൻറ്ററി, പമ്പ്സ്, അതുപോലെ ഹോട്ട് ലൈൻ, നമുക്ക് വരുന്ന ലാപ്ടോപ്പ്, ബ്ലഡ് ഷുഗർ മെഷീൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇൻവെൻറ്ററിയും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള വീഡിയോ മറ്റൊരു ദിവസം നിങ്ങളുടെ ആവശ്യപ്രകാരം ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ.